ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് ആണ്. ഇത് പബ്ലിക് എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു തിയറിയാണ്. വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തത് അഡോൾഫ് വാഗ്നർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹം പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നതിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്നത്. വാഗ്നറിന്റെ മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസിങ് ഇക്കോണമിയുടെ ഗ്രോത്ത് അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്ത്, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഒരു ഇക്കോണമി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യുക, അതായത് രണ്ടിന്റെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് അദ്ദേഹം തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ, USA, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഈ കേസസ് അല്ലെങ്കിൽ ഈ ഒരു കൺട്രീസിന്റെ കേസാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ കൺട്രീസ് ഒരു ഇൻഡസ്ട്രിയലൈസിങ് ആയിട്ടുള്ള നേഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഗ്രോത്ത് ഉണ്ടാവുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് സെക്ടറും അതുപോലെ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് ഇക്കോണമിയിലും ഇക്കണോമിക് ആക്ടിവിറ്റീസും എല്ലാം ഇൻക്രീസ് ചെയ്യുന്നു. വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് shows a functional relationship between industrialization and relative importance of public sector activity. He then set out to test his hypothesis by examining industrialization process in various European countries and Japan. അതായത് പല കൺട്രീസിനെയും കേസ് വെച്ചുകൊണ്ടാണ് വാഗ്നർ ഇൻഡസ്ട്രിയലൈസേഷനും പബ്ലിക് സെക്ടറിന്റെ ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവേഷൻ അറിയപ്പെടുന്നത് വാഗ്നേഴ്സിന്റെ ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നും കൂടിയാണ്. Okay, thank you.